ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ള ചെറിയൊരു ഇൻവെർട്ടർ ഉണ്ടാക്കാനായിട്ട്. ചെറിയ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇൻവെർട്ടറാണ്. നമ്മളൊരു ഇൻവെർട്ടറിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിന്ന് കയറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഇൻവെർട്ടറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനധികം ചിലവൊന്നും വരുന്നില്ല. കാരണം നമ്മളിത് ഉണ്ടാക്കുന്നത് പഴയ മൊസ്കിറ്റോ ബാറ്റ്, കൊതുക് ബാറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോ ആയിട്ട് പോയാലോ. നമ്മളൊരു മൊസ്കിറ്റോ ബാറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുകയും ചെയ്യും, അതുപോലെ തന്നെ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അത്ര കേടേ ഉള്ളൂ. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടൊന്ന് അയച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഒരു ബോർഡ് ഉണ്ട്, സർക്യൂട്ട് ബോർഡ് മാത്രം മതി നമുക്ക്. ബാക്കിയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബോർഡ് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബാറ്ററി നമ്മൾ എന്തെങ്കിലും റിപ്പയർ ചെയ്യുകയാണെങ്കിലും അതുപോലെ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ ഈ ഒരു ബാറ്ററി നമ്മളൊന്ന് അയച്ചു വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു ബാറ്ററി ഊരി വെക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഇതുപോലെ ഈ ബോർഡൊക്കെ ഒന്ന് പൊളിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡ് നമുക്കൊന്ന് എടുക്കുകയാണ്. ഇതുപോലെ കത്തി വെച്ച വയസ്സൊക്കെ ഒന്ന് മുറിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ ഒരു പ്രസ് ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു പ്രസ് ബട്ടൺ നമുക്ക് അവിടുന്ന് ഷോൾഡറിങ് വെച്ച് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അവിടെ 2 വയേഴ്സ് നമുക്ക് ഷോൾഡർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അവിടെ റിമൂവ് ചെയ്തു. ഇതുപോലെ 2 ഹോൾസാണുള്ളത്. ഇനി അതിലൂടെ നമുക്ക് 2 വയേഴ്സ് നമുക്ക് അതിൻ്റെ അകത്തൂടെ കയറ്റി ഇട്ടതിന് ശേഷം അവിടെ ഷോൾഡർ ചെയ്ത് സെറ്റാക്കി വെക്കണം. അപ്പോൾ നമ്മളിതുപോലെ 2 വയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് പ്രസ് ബട്ടൺ മാറ്റിയതിന് ശേഷം നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് വെക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ 2 വയേഴ്സ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് ഇതുപോലെ ഒരു ക്യാൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ അടപ്പ് ഭാഗത്ത്, ടോപ്പ് ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു സ്വിച്ചും അതുപോലെ തന്നെ ഒരു ഫ്ലഗും കൂടി നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ആ ഒരു വയർ നമ്മൾ ഷോൾഡർ ചെയ്തില്ലേ, ആ 2 വയേഴ്സും നമ്മൾ ഈ ഒരു സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനാണ് പ്രസ് ബട്ടൺ നമ്മൾ മാറ്റിയിട്ട് ഇത് വെച്ചതിന്. നമുക്കിത് ഓൺ ഓഫ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വയേഴ്സ് നമ്മൾ ഷോൾഡർ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് ഈ സ്വിച്ചിലോട്ട് അങ്ങ് കണക്ട് ചെയ്യുക ആ ഒരു 2 വയേഴ്സും. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതുപോലെ ആ ഒരു ചാർജിങ്ങിൻ്റെ പോർഷനിൽ വരുന്ന 2 പിന്നുണ്ടാവും. ആ 2 പിന്നും നമുക്ക് ഷോൾഡറിങ് വെച്ച് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതങ്ങ് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ആ 2 വയേഴ്സും നമ്മൾ റിമൂവ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതും ചാർജിങ്ങിനായിട്ട് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഈ ഒരു പിന്നാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ക്യാനിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടു. എന്നിട്ട് ഇതുപോലെ സെറ്റാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ആ 2 വയേഴ്സ് പിന്നൂരി കളഞ്ഞില്ല. ആ 2 വയേഴ്സും നമുക്ക് ഇതിൻ്റെ 2 പോർഷനിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല, കാരണം AC വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. ലീഡുകൾ മാറിപ്പോയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. 2 ലീഡിലോട്ടും അങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഷോൾഡറിങ് വെച്ച് കണക്ട് ചെയ്തു നമ്മൾ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാ, ഇപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഫ്ലഗിലോട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. നമുക്ക് ഇത് ബാറ്ററിയിലോട്ടുള്ളതാണ്. ഇവിടെ 3 വയേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു റെഡും അതുപോലെ തന്നെ 2 ബ്ലൂവും. ഈ 2 ബ്ലൂ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളിതിൽ ഒരു ബ്ലൂ അങ്ങ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി നമ്മളൊരു കത്രിക ഉപയോഗിച്ച് എന്തെങ്കിലും നമ്മൾ ആ ഒരു ബ്ലൂ വയർ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഈ 2 വയേഴ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഈ 2 ഫ്ലഗിലോട്ട്, ഈ ഫ്ലഗിൻ്റെ 2 പോയിന്റിലോട്ട് നമ്മൾ ഇതങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങ് കറക്റ്റായി വെച്ചതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലഗിലോട്ട് നമ്മൾ 2 പോയിൻറ്റും കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു പണിയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഒരു ക്യാനിൽ. ആ സ്വിച്ച്, ഒരു ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് കടത്തി വിടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ബോർഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി ഈ ഒരു ഹോളിന് കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മൾ ആ ഒരു ബോർഡ് ഇതുപോലെ അങ്ങ് കറക്റ്റായിട്ട് ഒട്ടിക്കോളും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി നമ്മൾ ഊരി വെച്ചിരുന്നു. അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത്. അത് അതുപോലെ അങ്ങ് ഷോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഷോൾഡറിങ് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റായി ഷോൾഡർ ചെയ്തു. ഇനി ഈ ഒരു ബാറ്ററി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ആ ഒരു പരിപാടി നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ചൊരു ഗ്ലൂ ആക്കിയതിന് ശേഷം അതിലാണ് നമ്മൾ ബാറ്ററി ഒട്ടിക്കുന്നത്. കാരണം ഈ ബാറ്ററി അതിൻ്റെ അകത്ത് കടന്ന് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് സ്റ്റേബിളായിരിക്കുമ്പോൾ
ഒരു വൃത്തി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ക്യാപ്പ് അടക്കുമ്പോൾ കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അങ്ങ് ഇരുന്നോളൂ. നമ്മൾ അതിനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ക്യാപ്പ് അടച്ചെടുക്കുന്നത്. നമുക്ക് ഇനി ഇത് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മളതിനായിട്ട് ആദ്യം നമ്മൾ ചാർജ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു നമ്മുടെ പിന്നിലോട്ട് നമ്മളൊരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലഗിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ റെഡ് ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും ചാർജിങ്ങിൻ്റെ. പിന്നെ അടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ഇതുപോലെ ഓണായി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫ്ലഗിൻ്റെ സ്വിച്ച് ഓണായി കിടക്കുകയാണ്. അത് നമ്മളൊന്ന് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഫ്ലഗിലോട്ട് 2 വയേഴ്സ് നമ്മൾ ഇട്ടു. ഇനി ഈ ഒരു ഫ്ലഗിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബൾബൊക്കെ ഈസി ആയിട്ട് എത്തും. നമുക്കൊരു CFL ഒക്കെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അധിക സമയമൊന്നുമില്ല, കുറച്ച് സമയം മാത്രം. നമ്മൾ ചെറിയൊരു മോഡൽ എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു ഇൻവെർട്ടർ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചാർജിങ് ആണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരു ചാർജർ ഈ ഒരു ഫ്ലഗിലോട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലഗിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഫ്ലഗിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. പക്ഷേ ഇത് ഒരു ലൂസ് ഉള്ളത് കാരണം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഈ ഒരു ഫ്ലഗിൽ ഈ ഒരു ചാർജർ കുറച്ച് ലൂസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയപ്പോഴാണ് കണക്ഷൻ വന്നത്. അപ്പോൾ അത് അതോടൊപ്പം തന്നെ ചാർജ് ആവുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ